എല്ലാ പ്രേക്ഷകർക്കും ആസ്ക് ഡോക്ടർ മിംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തെ കുറിച്ചാണ്. അത്യാവശ്യമായതിലും അധികം ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ അമിത പ്രവർത്തനം മൂലം രക്തത്തിൽ ഹോർമോൺ നില കൂടും. ഈ അവസ്ഥയിൽ ഹോർമോണിന്റെ അളവ് ശരീരത്തിന് ആവശ്യമുള്ളതിന്റെ 10 മുതൽ 15 വരെ ഇരട്ടിയാകും. വലിയ അസ്വസ്ഥതകൾക്കിടയാക്കുന്ന അവസ്ഥയാണിത്. ഹൈപ്പർ തൈറോയിഡിസം പല കാരണങ്ങൾ കൊണ്ടുമുണ്ടാവാം. ഓട്ടോ ഇമ്മ്യൂൺ തകരാറായ ഗ്രേവ്സ് ഡിസീസ് ആണ് ഇതിൽ പ്രധാനം. തൈറോയിഡ് ഗ്രന്ഥിക്കെതിരായി ശരീരത്തിൽ തന്നെ ആന്റിബോഡികൾ ഉണ്ടാവുകയും അവ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. തൈറോയിഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH ആണ്. തൈറോയിഡ് ഹോർമോൺ ആവശ്യമുള്ള വേളകളിൽ TSH നിർദ്ദേശം നൽകും. ഗ്രേവ്സ് രോഗമുള്ളവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈറോട്രോപ്പിൻ റിസപ്റ്റർ ആന്റിബോഡി പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹോർമോണിനെ അനുകരിക്കുന്നു. ഫലത്തിൽ ഹോർമോൺ ഉൽപ്പാദനത്തിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ നിയന്ത്രണമാണ് ഇല്ലാതാവുന്നത്. പിറ്റ്യൂട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം നടക്കുകയും ചെയ്യുന്നു. അതുവഴി തൈറോയിഡ് ഹോർമോൺ അളവ് കൂടുന്നു. തൈറോയിഡ് നൊഡ്യൂൾ മൂലവും ചിലതരം മരുന്നുകൾ അധികരിക്കുമ്പോഴും അയഡിൻ കൂടുമ്പോഴും ഹൈപ്പർ തൈറോയിഡിസം വരാം. ഹൃദയത്തെയും അസ്ഥികളെയുമാണ് ഈ രോഗം പ്രധാനമായും ബാധിക്കുക. അസ്ഥികൾ ബലം കുറഞ്ഞ് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയായ ഓസ്റ്റിയോപൊറോസിസ്, നെഞ്ചിടിപ്പിന്റെ താളം തെറ്റുക എന്നിവയും ഉണ്ടാവാം. പെട്ടെന്ന് ഭാരം കുറയുക, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുക, അമിതമായി വിയർക്കുക, ചൂട് തീരെ സഹിക്കാനാവാതെ വരിക, ആർത്തവ സമയത്ത് രക്തസ്രാവം കുറയുക, ചില മാസങ്ങളിൽ ആർത്തവം ഉണ്ടാകാതിരിക്കുക എന്നിവ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. കൂടാതെ നെഞ്ചിടിപ്പ് കൂടുക, ഉത്കണ്ഠയും ദേഷ്യവും ഉണ്ടാവുക, ഉറക്കവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, കൈവിറയൽ, പേശികളുടെ ബലക്ഷയം, കൂടെയുള്ള മലശോധന എന്നിവയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇവ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ്. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു.